മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറഞ്ഞതിൽ പ്രതിഷേധിച്ച് പാർട്ടി ഭാരവാഹിത്വം രാജിവെക്കുന്നതായി KM അഷ്റഫ് പ്രതികരിച്ചു. UDFുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകാം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് KM അഷ്റഫ് പറഞ്ഞു. പാർട്ടിയാണ് എന്നെ മത്സരിക്കാൻ പറഞ്ഞത്. പാർട്ടി തന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിൻവലിച്ചു. എന്താണ് അതിന്റെ ഒരു പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ UDFുമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഇല്ല. അവിടെ SDP ഇപ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നേതൃത്വം അത് മനസ്സിലാക്കാത്തത്? പ്രാദേശികമായിട്ട് നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവുന്നു, പ്രാദേശികമായിട്ട് മനസ്സിലാവുന്നു. അത് ചില ജില്ലാ ഘടകം എല്ലാവരും അല്ല, ചില ജില്ലാ ഘടകവും അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു UDFായിട്ട് ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് പാർട്ടി ഭാരവാഹിത്വമൊക്കെ രാജിവെച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. ഞാൻ പ്രാഥമിക അംഗത്വത്തിന്റെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കൂടി ആലോചിക്കാനുണ്ട്. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ നിരാശയാണ്. അവരോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട്. വ്യക്തിപരമായി സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകർ അല്ലാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളോട് സപ്പോർട്ട് ചെയ്ത. അതിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മളെ കുറെ ഈ കാര്യത്തിൽ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിശ്വാസം അവനക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ട്. തീർച്ചയായും ഉണ്ടാവും. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, എന്നാൽ KM അഷ്റഫിന് ആശ്വാസമാണ് ഈ KM അഷ്റഫിന്റെ സ്ഥാനാർത്ഥി പിന്മാറ്റം. എന്തായാലും പ്രചരണ രംഗത്തുണ്ടാകുമോ എന്നുള്ള അവസാന ചോദ്യം കേട്ട അതിന്റെ ഉത്തരം കേട്ടില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആർക്ക് വേണ്ടി? എൽദോ, ഏറെ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ KM അഷ്റഫ്, ഞാനിപ്പോൾ നിൽക്കുന്ന കലക്ടറേറ്റിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുന്നു. അദ്ദേഹം പിൻവലിച്ച് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഈ കാര്യത്തിൽ ഉറച്ച നിലപാട്, അതായത് ആദ്യം പറഞ്ഞെടുത്ത് തന്നെയാണ് അഷ്റഫ് ഇപ്പോഴും ഉള്ളത്. മുസ്ലിം ലീഗിലെ KM അഷ്റഫിന് എതിരായി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതിലെല്ലാം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഈ SDP സംസ്ഥാന നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പിൻവലിക്കേണ്ടി വന്നത്. പക്ഷേ താൻ പാർട്ടിയിൽ നിന്ന് എല്ലാ ഭാരവാഹിത്വവും എല്ലാ സ്ഥാനങ്ങളും നിന്നും മാറുന്നു എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്തു പോകാൻ ആലോചിക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായും ഉണ്ടാകുമെന്നാണ്. പക്ഷേ അതത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആർക്ക് വേണ്ടി ഉണ്ടാകുമെന്നതിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. എന്തായാലും അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് കൃത്യമായി മനസ്സോടെയല്ല. കാരണം അത്രത്തോളം ഉറച്ച നിലപാടിലായിരുന്നു അല്പസമയം മുമ്പ് വരെ. അതായത് പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഈ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പ്രത്യേകിച്ച് SDP സ്ഥാനാർത്ഥി എന്നതിനപ്പുറം KM അഷ്റഫ് എന്ന പേരും കൂടി ഉണ്ട്. അതായത് KM അഷ്റഫിന്റെ പേരിന് സാദൃശ്യമുള്ള ഒരു പേരായതുകൊണ്ട് തന്നെ വലിയ തോതിൽ UDF ക്യാമ്പ് ആശങ്കയിലായിരുന്നു, മുസ്ലിം ലീഗ് ആശങ്കയിലായിരുന്നു. നമുക്കറിയാം 89ഉം 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP പരാജയപ്പെട്ട ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് 8000 9000 വോട്ടുകളുള്ള SDP മത്സരിച്ചാൽ എന്താകുമെന്ന് കൃത്യമായും അറിയാം. അതുകൊണ്ട് തന്നെ UDF നേതൃത്വം ഇതിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇടപെടൽ നടത്തി. ഏറ്റവും ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കാസർഗോഡ് എത്തി, ലത്തീഫ് എത്തി. ഇവിടെ നിന്നും ചർച്ച ചെയ്യുകയും മഞ്ചേശ്വരത്ത് ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അല്പസമയം മുമ്പാണ് ഈ കലക്ടറേറ്റിലെത്തി ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. KM അഷ്റഫ് എന്ന SDP സ്ഥാനാർത്ഥി മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും മടങ്ങിപ്പോയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെയല്ല, അത് സമ്മർദ്ദം, സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം SDP നിന്നും എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു എന്നൊരു അറിയിപ്പ് കൂടി പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇനി ആർക്ക് വേണ്ടി അഷ്റഫ് പ്രവർത്തിക്കും? കാരണം നേരത്തെ തന്നെ നിരവധി സമരങ്ങളും ഇത്തരത്തിൽ അതിർത്തി
അടച്ചപ്പോൾ വലിയ തോതിൽ സമരത്തിലൊക്കെ മുന്നിലുണ്ടായിരുന്ന ആളാണ് അഷ്റഫ്. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വലിയ തോതിൽ ഒരു ജനസമ്മതി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭാവി പരിപാടികൾ ആലോചിക്കുമെന്നാണ് പറയുന്നത്. അത് ഇനി ആർക്ക് വേണ്ടി ഈ പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും നാടകീയതയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്തെ യോഗം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അഷ്റഫ് ഇവിടെ എത്തി ഇത് പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അഷ്റഫ് ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും മറുപടി പറയുന്നതിൽ അഷ്റഫിന് ഇതിൽ ഒരു അഭിപ്രായമില്ല. അദ്ദേഹത്തിന് ഇത് ഈ മത്സരിക്കുന്നതായിരുന്നു താല്പര്യം. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നല്ല സമ്മർദ്ദം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മനസ്സിലാക്കാൻ. അഷ്റഫ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് എന്നാണ് കെ വി വൈജു വിവരങ്ങൾ നൽകുന്നത് കാസർഗോഡ് നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.